ക്ഷീരോൽപാദനത്തിനുള്ള മികച്ച സാധ്യതകൾ തുറന്നു നൽകുന്ന ഗ്രാമപ്രദേശമാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള വെള്ളായണി. ചുറ്റും പച്ചപ്പുല്ല് നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമീണ അന്തരീക്ഷം ക്ഷീരകർഷകരുടെ തീറ്റച്ചെലവ് കുറയ്ക്കാൻ സഹായകരമാകുന്നു. ക്ഷീരോൽപാദനത്തിൽ തൽപരനായ വെള്ളായണി സ്വദേശി അരുൺ എറണാകുളത്ത് ജോലി ചെയ്യുന്നതിനിടെയാണ് തൃക്കാക്കരയിൽ ഒരു ഡയറി ഫാം ആരംഭിക്കുന്നത്. കുറച്ചുകാലം വളരെ ലാഭകരമായി ഫാം നടത്തിക്കൊണ്ടുവന്നു. ബാങ്കിംഗ് മേഖലയിൽ നിന്നാണ് അരുൺകുമാർ ഡയറി ഫാം രംഗത്തെത്തിയത്. അരുൺകുമാറിന് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതോടെ ഫാം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരാനൊരുങ്ങി. കുറെ പശുക്കളെ വിറ്റൊഴിച്ചു. അപ്പോഴാണ് സ്വന്തം നാടായ വെള്ളായണിയിൽ ഒരു ഡയറി ഫാം വിൽപ്പനയ്ക്കുണ്ടെന്ന് അറിയുന്നത്. അതോടെ കുറച്ചു കൂട്ടുകാർ ചേർന്ന് ആ ഫാം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. തൃക്കാക്കരയിൽ നിന്നുള്ള ബാക്കി പശുക്കളെ ഇങ്ങോട്ടെത്തിച്ചു. തുടർന്ന് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി രജിസ്ട്രേഷന് തയ്യാറായി. അങ്ങനെ 11 അംഗ കൂട്ടായ്മയിൽ പിറന്നതാണ് ഗ്രീൻ ടു വൈറ്റ് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി. ഞാൻ ഫാം തുടങ്ങിയത് തൃപ്പൂണിത്തുറയാണ്. തുടക്കത്തിൽ 5 പശു വെച്ചാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് 10 ആക്കി, അതിനുശേഷം 15 ആക്കി, ഏതാണ്ട് 20 പശുക്കളോളം ആക്കി. ആ സമയത്താണ് എനിക്ക് വയ്യാതാവുന്നത്. അതിനുശേഷം ഫാം വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള ചിന്തയിലാണ് ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്നത്. കുറച്ച് നാൾ വൈഫ് ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം വൈഫ് പരിപാലിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫാം വൈൻഡപ്പ് ചെയ്യാം എന്നുള്ള ഒരു നിലയിലേക്ക് വന്നപ്പോഴാണ് എൻ്റെ ട്രിവാൻഡ്രത്തുള്ള കുറച്ച് സുഹൃത്തുക്കൾ പ്രകാശ്, ജയകുമാർ, പ്രശാന്ത്, ഗിരീഷ്, അപ്പോൾ അങ്ങനെ അവരുടെ വൈഫ് എല്ലാം കൂടെ ചേർത്തിട്ട് അവരുടെ ഭാര്യമാരെയും കൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾ ഫാം പ്രൊഡ്യൂസർ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തത്. അവരുടെ സപ്പോർട്ടോടുകൂടിയാണ് പിന്നെ നമ്മൾ വെള്ളായണിയിൽ നമ്മൾ തുടങ്ങിയത്. നമുക്ക് ഇപ്പോൾ നമ്മൾ ഇവിടെ വന്ന സമയത്ത് നമുക്ക് ഏതാണ്ട് 20 പശുക്കളോളം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് 25 പശുക്കളോളം ഉണ്ട്. ഇവിടുത്തെ ഓണറുടെ ഒരു 10 പശുക്കൾ നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഇത് ചേർത്തിട്ടാണ് നമുക്ക് ടോട്ടൽ 25 പശുവും അതുപോലെ നമുക്കൊരു 10-14 കിടാരികളും ഉള്ളത്. അരുണിന് പിന്തുണയേകാൻ ഭാര്യ രാജിയും ഭാര്യാമാതാവ് രമയും ഒപ്പമുണ്ട്. ഡെയിലിയുള്ള എല്ലാ കാര്യങ്ങളും, പശുക്കളുടെ പരിപാലനം, മറ്റുള്ള തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എൻ്റെ നോട്ടം വന്നെത്താറുണ്ട്. പിന്നെ ഡോക്ടേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ അതിന് ഉള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ദിവസവും ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു വരുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഭാവിയിൽ ഇത് കൂടെ മെച്ചപ്പെടുത്തണമെന്ന് വളരെ വലുതായ ആഗ്രഹങ്ങളുണ്ട്. തുടക്കത്തിൽ പാല് മാത്രം വിൽപ്പന നടത്തി. പാൽ വിൽപ്പനയിലൂടെ വരവും ചെലവും കൂട്ടിയോജിപ്പിക്കാൻ കഴിയാത്തൊരു കാലമായിരുന്നു. പാല് മാത്രം വിൽപ്പന നടത്തുന്നത് ഒട്ടും ലാഭകരമാകില്ല എന്ന തിരിച്ചറിവുണ്ടായി. അതോടെ പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽപ്പന തുടങ്ങി. ഡയറി ഫാം ലാഭകരമാകുന്നത് അതിനനുസൃതമായ ആസൂത്രണ മികവിലാണ്. 2ാം വർഷമായതോടെ നെയ്യ്, വെണ്ണ, തൈര്, പാൽപേട, യോഗർട്ട്, പനീർ, വേ പ്രോട്ടീൻ ഡ്രിങ്ക് എന്നിവ നിർമ്മിച്ച് വിൽപ്പന നടത്തിയതിലൂടെ ആദായം മെച്ചപ്പെടുത്തി. പാൽ 1 ലിറ്ററിന്റെയും 1/2 ലിറ്ററിന്റെയും പാക്കറ്റുകളിലാക്കി നൽകും. ബാക്കി വരുന്ന പാൽ മോരും തൈരും പനീറും യോഗർട്ടുമാക്കി വിൽപ്പന നടത്തും. ഉപോൽപ്പന്നം ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുന്നത് സ്കിംഡ് മിൽക്കാണ്. പാലിൽ നിന്ന് ക്രീം വേർതിരിച്ചെടുക്കുന്നത് യന്ത്രസഹായത്തോടെയാണ്.
ഈ ക്രീമാണ് വെണ്ണയും നെയ്യുമൊക്കെയായി മാറുന്നത്. ഇവിടെ നിർമ്മിക്കുന്ന ഡയറി ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരേറെയുണ്ട്. ഡയറി ഫാമിന് നേതൃത്വം നൽകുന്ന അരുൺകുമാറിന്റെ ഭാര്യ രാജിയാണ് യോഗർട്ടും പനീറും വേ പ്രോട്ടീൻ ഡ്രിങ്കുമൊക്കെ തയ്യാറാക്കുന്നത്. ഇതിനവർക്ക് ക്ഷീരവികസന വകുപ്പിൽ നിന്നുള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഫാം തുടങ്ങിയപ്പം കൂടുതലും പാല് മാത്രമായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ തൈര് ചെയ്യാൻ തുടങ്ങി. പിന്നെയാണ് ഞങ്ങൾ ഒരു ക്ഷീരവികസന വകുപ്പിന്റെ കീഴിൽ ഒരു കോഴ്സ് ചെയ്തത്. ആ കോഴ്സ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ബൈ പ്രോഡക്ട്സ് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പ് നമ്മൾ നെയ്യ് ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ലാഭകരമായിട്ട് ചെയ്യാൻ വേണ്ടി അവരാണ് ഞങ്ങളെ ട്രെയിൻ ചെയ്ത് അതിനെ പ്രാപ്തരാക്കിയത്. ഉപഭോക്താക്കളുടെ താൽപര്യമനുസരിച്ചാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുന്നത്. ഘട്ടം ഘട്ടമായാണ് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നൽകുന്നത്. നമ്മൾ മാക്സിമം പ്രോഡക്ട്സ് കസ്റ്റമൈസ് ചെയ്താണ് കൊടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കളർഫുള്ളായിട്ട് ബീട്രൂട്ട്, ക്യാരറ്റ് ഒക്കെ യൂസ് ചെയ്താണ് മാക്സിമം കൊടുക്കുന്നത്. പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. നാച്ചുറലി കൊടുക്കാനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് ഇപ്പം വിനീഗർ യൂസ് ചെയ്യണമെങ്കിൽ വിനീഗർ യൂസ് ചെയ്യും, ഇല്ല ലെമൺ ആണെങ്കിൽ ലെമൺ. അങ്ങനെയാണ് നമ്മൾ പനീറൊക്കെ ഉണ്ടാക്കുന്നത്. മിൽക്ക് മെയ്ഡ് നമ്മൾ പാല് വറ്റിച്ചിട്ടാണ് ബേസിക്കലി അത് ഉണ്ടാക്കുന്നത്. അല്ലാതെ മൈദ വേറെ ഫ്ലോസ് ഒന്നും നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ വേ ഡ്രിങ്ക് ആകുമ്പോൾ ബീട്രൂട്ടിൻ്റെത് നമ്മൾ നാച്ചുറലി ചെയ്യുന്നുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ള വേ ഡ്രിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലേവേർഡ് ആഡ് ചെയ്തിട്ടുള്ള വേ ഡ്രിങ്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് കറന്റ്, മാംഗോ അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഗീ ആണെങ്കിൽ നമ്മൾ ക്രീം സെപ്പറേറ്റർ ഉണ്ട്. അതിൽ നിന്ന് ക്രീം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിലെ കേർഡ് ആഡ് ചെയ്ത് ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിൽ നിന്ന് വെണ്ണ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് വെണ്ണയും ഓർഡർ അനുസരിച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. ബാക്കി വെണ്ണ നമ്മൾ അതിനെ ഒരുക്കിയാണ് ഗീ ആയിട്ട് എടുക്കുന്നത്. മാനുവലിയാണ് ഇപ്പം ചെയ്യുന്നതും. അത് കഴിഞ്ഞ് ബോട്ടിലാക്കി കസ്റ്റമറിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 നേരമാണ് കറവ. കറവ കഴിഞ്ഞാൽ പ്രദേശവാസികൾ പാലിനെത്തും. നല്ല വായുസഞ്ചാരവും ഉയരമുള്ളതുമായ മേൽക്കൂരയുള്ള തൊഴുത്താണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കറവയുള്ളതും ഇല്ലാത്തതും കിടാരികളുമായി 50 എണ്ണത്തിനടുത്തുണ്ട്. നമുക്കിപ്പോൾ നിലവിൽ 25 പശുക്കളാണുള്ളത്. ഒരു 12ഓളം കിടാരികളും ഉണ്ട്. നമുക്ക് തീറ്റ നമ്മൾ കൊടുക്കുന്നത് പാലിനനുസരിച്ചാണ് നമ്മൾ തീറ്റ കൊടുക്കുന്നത്. സുപ്രീമിൻ്റെ പെല്ലറ്റാണ് നമ്മുടെ ഒരു മെയിൻ ഫീഡെന്ന് പറയുന്നത്. TMR, സൈലേജ്, വൈക്കോല് ഇത് നമ്മൾ കൊടുക്കാറുണ്ട്. നമുക്ക് രാവിലെ തീറ്റ നമ്മൾ രാവിലെ ക്ലീനിങ് സമയം കഴിഞ്ഞുടനെ തീറ്റ കൊടുത്തിട്ടാണ് കറവ നടത്തുന്നത്. ഉച്ചയ്ക്ക് നമ്മൾ കറവ കഴിഞ്ഞിട്ട് വൈക്കോല് കൊടുത്തതിന് ശേഷമാണ് തീറ്റ കൊടുക്കുന്നത്. നമുക്ക് ഇവിടെ പാടത്ത് മേയാൻ വിടാറുള്ളതുകൊണ്ട് പശുക്കൾക്ക് പ്രതിരോധശേഷി വളരെ കൂടുതലാണ്. അസുഖങ്ങൾ അങ്ങനെ അധികം കാണാറില്ല. എന്നാലും സാധാരണ വരാറുള്ള അകിടുവീക്കം വരാം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വലിയ പ്രസവാനന്തരമായിട്ടുള്ള എന്തെങ്കിലും ശുശ്രൂഷകളൊക്കെ ആവശ്യം വരാം. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഡോക്ടർ സേതുമാധവൻ ഡോക്ടർ വരാറുണ്ട്. അതുപോലെ നമ്മുടെ മേലാങ്കോട് ഹോസ്പിറ്റലിലെ ഡോക്ടറും വരാറുണ്ട്. ഈ 2 പേരാണ് കൂടുതലായിട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ്. പശുക്കുട്ടികളെയും കറവയില്ലാത്തവയെയും കറവയുള്ളവയെയും വേർതിരിച്ചാണ് കെട്ടിയിട്ടുള്ളത്. പശുക്കളുടെ ആരോഗ്യനിലയും ഗർഭധാരണവും പാലിന്റെ ഗുണനിലവാരവും മനസ്സിലാക്കാനും തീറ്റ ക്രമീകരിക്കുന്നതിനുമായി തൊഴുത്തിന് മുന്നിൽ നമ്പറിട്ടാണ് പശുക്കളെ അടയാളപ്പെടുത്തുന്നത്. ഞങ്ങൾ പശുക്കളെ നമ്പറിട്ട് ബേയിൽ സൂക്ഷിക്കുന്നതിന് 4 കാരണങ്ങളാണുള്ളത്. 1, ആ പശുക്കളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ. 2, ആ പശുക്കളുടെ പ്രഗ്നൻസി അഥവാ ഇൻസെമിനേഷൻ സൈക്കിളുകൾ ഞങ്ങൾക്ക് സൂക്ഷിക്കാൻ. 3,
ആ പശുക്കളുടെ അല്ലെങ്കിൽ ആ ബേയുടെ പാലിൻ്റെ ക്വാളിറ്റി റെഗുലറായിട്ട് ചെക്ക് ചെയ്യാൻ. 4, ആ പശുക്കളുടെ തീറ്റ ഞങ്ങൾക്ക് റെഗുലേറ്റ് ചെയ്യാൻ. ഈ ഇൻഫർമേഷൻസ് ഞങ്ങൾ കളക്ട് ചെയ്യുകയും അതിനനുസരിച്ച് പശുക്കളുടെ പരിപാലനം ചെയ്യുകയും ചെയ്യുന്നു. പാലിനു പുറമെ ചാണകവും വിൽപ്പനയ്ക്കുണ്ട്. തണലിൽ ഉണക്കി യന്ത്രസഹായത്തോടെ പൊടിച്ച് ചാക്കുകളിലാക്കിയാണ് ചാണകം വിൽപ്പന നടത്തുന്നത്. ഇത് നമ്മുടെ ചാണകപ്പൊടി ഉണക്കുന്ന സ്ഥലമാണ്. നമ്മൾ ചാണകപ്പൊടി ഇവിടെ കളക്ട് ചെയ്യും, ഇവിടെ നമ്മൾ ഉണക്കും. ഉണക്കിന് ശേഷം നമ്മൾ പൾവറൈസറുണ്ട്, നമ്മൾ ആ മെഷീനിലിട്ട് ഉണക്കിയത് പൊടിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത്യാവശ്യം കൂടുതലും ഈ പൊടിച്ച ചാണകത്തിനാണ് ഉള്ളത്. കിലോ 12 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഉണക്കി പൊടിച്ച ചാണകം. നമ്മൾ വെറുതെ ഉണക്കിയ ചാണകവും കൊടുക്കും, സാറിന് പോലെ ഉണക്കിയത് കൊടുക്കും, പൊടിക്കാത്തതും കൊടുക്കും. അത് ഒരു ചാക്കിന് 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പച്ച ചാണകവും നമ്മൾ കൊടുക്കാറുണ്ട്. അതും ഇതൊക്കെ ഡിമാൻഡ് പോലെയാണ്, കസ്റ്റമർ റിക്വസ്റ്റ് ഡിമാൻഡ് പോലെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഗോമൂത്രവും തൊഴുത്തു കഴുകിയ സ്ലറിയും ബയോഗ്യാസാക്കി മാറ്റുന്നു. ഇതാണ് ജോലിക്കാർ പാചകത്തിനും ഉപോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നത്. ഈ വർഷം നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം പറഞ്ഞാൽ ജില്ലാ വ്യവസായ വകുപ്പിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുകയുണ്ടായി. നമുക്ക് ഓണം ഫെയറിന് പുത്തിരിക്കണ്ടം മൈതാനത്ത് നമുക്ക് സൗജന്യമായിട്ടൊരു സ്റ്റാള് ഓണം ഫെയറിന് ഇടാനായിട്ട് ജില്ലാ വ്യവസായ വകുപ്പ് നമ്മളെ സഹായിച്ചിരുന്നു. അപ്പോൾ നമുക്കത് നമ്മുടെ ബൈ പ്രോഡക്ട്സ് നമുക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇത്രയും ശുദ്ധമായ പാലുൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് അതുവഴി സാധിച്ചു. അതുപോലെ തന്നെ മറ്റ് ലോണുകൾക്കും സബ്സിഡിയും സ്കീമിനും ഒക്കെ ആയിട്ട് ജില്ലാ വ്യവസായ വകുപ്പിനെ ബന്ധപ്പെടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ബാങ്കേഴ്സ് മീറ്റിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ കൂടുതൽ സഹായങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ജില്ലാ വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ക്ഷീരവികസന വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം ഞങ്ങൾക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മാനുവലിയാണ് ഈ പ്രോഡക്ട്സ് എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഞങ്ങൾക്ക് മെക്കനൈസേഷനിലേക്ക് മാറ്റി കൂടുതൽ പ്രോഡക്ട്സ് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. അതിലേക്കായിട്ട് എല്ലാ സർക്കാർ വകുപ്പുകളും ഞങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കറവയ്ക്കു ശേഷം പശുക്കളെ മേയാനായി വിടുന്നു. ചതുപ്പ് പ്രദേശത്തെ സുലഭമായി പുല്ലു നിറഞ്ഞ ഇടങ്ങളിലേക്ക് അഴിച്ചുവിട്ടാണ് പരിപാലിക്കുന്നത്. യഥേഷ്ടം തീറ്റയെടുത്തതിനു ശേഷം കറവയ്ക്കുള്ള സമയമാകുമ്പോൾ ജോലിക്കാർ ചെന്ന് അവയെ തിരിച്ചു വിളിച്ച് തൊഴുത്തിലേക്ക് കൊണ്ടുവരും. ഇവിടെ നമ്മൾ രാവിലെ ഒരു 3:30 മണിക്ക് നമ്മുടെ സ്റ്റാഫ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യും. ഒരു 4:30 മണിയോടുകൂടി കറവ സ്റ്റാർട്ട് ചെയ്യും. ആദ്യം ഒരു കറവ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5:30 മണി 6 മണിയോടുകൂടി കറവ തീരും. ഇവിടെ പാല് വന്ന് മേടിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ നമ്മൾ പാക്കറ്റിലാക്കി സിറ്റിയിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ചെറിയ തോതിൽ. നമ്മുടെ ഒരു ഡയറക്ടറുണ്ട്, ജയകുമാർ ലക്ഷ്മി എന്ന് പറയും. അവർ രണ്ടുപേരും സിറ്റിയിൽ ശ്രീവരാഹ ഏരിയയിൽ പാല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ലോക്കൽ സെയിൽ ഇവിടെ വന്ന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. കുറച്ച് വീടുകളൊക്കെ ഞങ്ങൾ സ്റ്റാഫ് കൊണ്ടു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള പാല് നമ്മൾ ഇവിടെ സൊസൈറ്റി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് പാല് മാറ്റി വയ്ക്കാറുണ്ട്. പനീർ ഉണ്ടാക്കാൻ, യോഗട്ട് ഉണ്ടാക്കാൻ, അങ്ങനെ കുറച്ച് പാല് നമ്മൾ മാറ്റി വയ്ക്കാറുമുണ്ട്. ഉച്ചയ്ക്ക് രാവിലെ അത് കഴിഞ്ഞാൽ നമ്മൾ പശുക്കളെ മേയാൻ വിടും. ഇവിടെ അടുത്ത് ധാരാളം പാടങ്ങളുണ്ട്. അവിടെ നമ്മൾ പശുക്കളെ മേയാനായിട്ട് വിടും. മേയാൻ വിട്ട് കഴിഞ്ഞാൽ ഒരു 10:30 മണി 11 മണിയോടുകൂടി പശുക്കൾ ധാരാളമായിട്ട് മേഞ്ഞിട്ട് പുല്ലൊക്കെ കഴിച്ച് തിരിച്ചു വരും. തിരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റാണ് 1 മണിക്കൂർ, ഒരു 12:30 വരെ റെസ്റ്റാണ്. അത് കഴിഞ്ഞ് ഒരു 12:30 1 മണിയോടുകൂടി വീണ്ടും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് കറവ സ്റ്റാർട്ട് ചെയ്യും. ഒരു 2:30 മണിയോടുകൂടി കറവയെല്ലാം കഴിയും. ഒരു 1:30 2:30 ഇടയ്ക്കാണ് നമ്മുടെ റീറ്റെയിൽ സെയിലിൻ്റെ സമയം. ആ സമയത്ത് കസ്റ്റമേഴ്സ് വന്ന് ഇവിടെ വന്ന് പാല് മേടിക്കലാണ്. ഉച്ചയ്ക്ക് കൂടുതലായിട്ട് ഇവിടെ വന്ന് പാല് മേടിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. ഉച്ചയ്ക്കാണ് കൂടുതൽ ആൾക്കാർ വരിക സാധാരണ. തമിഴ്നാട്ടിൽ നിന്ന് വൈക്കോലും സംഭരിച്ചു വച്ചിട്ടുണ്ട്. അതുപോലെ എപ്പോഴും ഫാമിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീരെ ചെലവാണ്. നമുക്കിപ്പം ഇവിടെ പാടം അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് പശുവിന് മേയാനും പുല്ല് തിന്നാനും ഒക്കെ ധാരാളം കിട്ടുന്നുണ്ട്. എന്നാലും നമ്മൾ വൈക്കോല് പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടുള്ള തീറ്റപ്പുൽ കൃഷി ഇപ്പം ചെറുതി തോതിൽ ചെയ്യുന്നുണ്ട്. അതൊന്ന് വിപുലീകരിക്കാനുള്ള പദ്ധതിയുണ്ട്. അതുപോലെ ഹൈഡ്രോപോണിക്സ് അല്ലെങ്കിൽ മറ്റ് പുൽകൃഷി രീതികളിലേക്ക് തിരിയാനുള്ള പദ്ധതികളുണ്ട് ഫ്യൂച്ചറിലേക്ക്. അതായത് നമ്മുടെ തന്നെ തീറ്റ ചെലവ് കുറയ്ക്കാനായിട്ട് പുൽകൃഷിയും ചോളപ്പുൽ കൃഷിയും ഒക്കെ കൂടെ ചേർത്ത് ചെയ്തിട്ട് നമ്മൾ ഈ പെല്ലറ്റിൻ്റെ തീറ്റ കുറയ്ക്കാനായിട്ട്, തീറ്റ ചെലവ് കുറയ്ക്കാനായിട്ടുള്ള
ശ്രമം നടത്താനായിട്ടുള്ള ഒരു പ്ലാനാണ് ഇനിയിപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതെല്ലാമാണ് ഈ ഫാമിലെ പശുക്കളുടെ പാലുൽപാദന രഹസ്യം. സമീപഭാവിയിൽ തന്നെ ഡയറി ഫാം യന്ത്രവൽകൃതമാക്കാനും കൂടുതൽ പുതുമയുള്ള പാലുൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കാനുമുള്ള ശ്രമത്തിലാണ് വെള്ളായണിയിലെ ഈ ക്ഷീരോത്പാദക സംഘം. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 27318770. ഇമെയിൽ ddkrishitvom@gmail.com.